ഭക്തി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് മാധവ? സമർപ്പണമെന്നത് തന്നെയല്ലേ ഭക്തി? അല്ല പാർത്ഥ, സമർപ്പണമെന്നത് ഭക്തിയുടെ പ്രഥമ അധ്യായമാണ്. യഥാർത്ഥത്തിൽ ഭക്തി എന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ നാമമല്ല, അത് മനസ്സിന്റെ ഒരവസ്ഥയുടെ നാമം മാത്രമാണ്. മനുഷ്യർക്ക് ജീവിതത്തിൽ അത്യാവശ്യമായ ജപവും തപവും യാഗയജ്ഞങ്ങളും യമനിയമങ്ങളും യോഗയും വേദാഭ്യാസവും പോലെയുള്ള കാര്യങ്ങളിലൂടെ സ്വന്തം അന്തരംഗത്തെ ശുദ്ധീകരിക്കുകയും പരമാത്മാവിന് സ്വയം സമർപ്പിക്കുകയും വേണം. മനുഷ്യരവരുടെ സമസ്ത കർമ്മങ്ങളുടെയെല്ലാം ഫലങ്ങളും അവന്റെ ജീവിതത്തിലെ ഓരോ ശ്വാസോച്ഛ്വാസവും പരമാത്മാവിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കണം. ഭക്തി എന്നത് മനസ്സിന്റെ ഒരു അവസ്ഥ മാത്രമാണെങ്കിൽ ജപവും തപവും ഇവയ്ക്കെല്ലാം എന്ത് മഹത്വമാണുള്ളത് മാധവ? ഇന്ന് അഴുക്കു നീക്കി ശുദ്ധീകരിച്ച പാത്രം നാളെ വീണ്ടും അഴുക്ക് പുരണ്ടതായി മാറും. ഇതേ പ്രകാരം മനുഷ്യരുടെ മനസ്സും നിരന്തരം പരമാത്മാവിൽ നിന്ന് വിമുഖത പ്രകടിപ്പിക്കുന്നു. ഈ കാരണത്താലാണ് നാം പറയുന്നത്, ജപം, തപസ്, വേദാഭ്യാസം ആദിയായ മാധ്യമങ്ങളിലൂടെ സ്വയം തങ്ങളുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്നത് സ്വന്തം ജീവിതം പരമാത്മാവിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നായിരിക്കും. ഏതു തീരത്തു നിന്നാണ് നീ മുങ്ങാൻകുഴിയിട്ടത് എന്നതിലല്ല മഹത്വമുള്ളത്, മുങ്ങി നീ മുത്തെടുത്തോ എന്നതിലാണ് മഹത്വമുള്ളത്. ഭക്തിയോഗത്തിന് ഒരേ ഒരു സാരം മാത്രമാണുള്ളത്. മനുഷ്യർ പരമാത്മാവിന് മുമ്പിൽ സ്വന്തം ജീവിതം അർപ്പിച്ചുകൊണ്ട് പരമാത്മാവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സത്വഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമ്പത്തിനെ നാം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്.